മഴയും മഞ്ഞും നിറഞ്ഞ മൂന്നാറിൽ ഫുട്ബോൾ ആവേശം പെയ്തിറങ്ങി. ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ നടന്ന 4ാമത് റെയിൻ 40 ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ കൊച്ചിൻ ബീച്ച് ക്ലബ് കിരീടം സ്വന്തമാക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ റെയിൻ 40 ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ട് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. 5ാമത്തെ വർഷം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഈ റെയിൻബോ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കാണും. ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ഗ്രീൻസ് മൂന്നാർ നല്ല ഒരു ടീമാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ സ്പോർട്സിന് മാത്രമല്ല, നാടിനുള്ള എന്തൊരു ആവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഗ്രീൻസ് മൂന്നാർ. വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ നാടിന് നന്മ ചെയ്യാൻ മാത്രം ഇറങ്ങിയിരിക്കുന്ന ടീമാണ് ഗ്രീൻസ് മൂന്നാർ. MLA എന്ന നിലയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ ഏതൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കണം, നമ്മൾ ഈ നാടിനെ നന്നാക്കണം എന്ന് മാത്രം ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരും ഈ മണ്ണിൽ ജനിച്ചിട്ട് 100 വർഷം ഇവിടെ ഇരിക്കാൻ പോകുന്നല്ല. നമുക്ക് കിട്ടിയ അവസരം എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തു. 100% സത്യസന്ധമായിട്ട് ഈ നാടിന് നന്മ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം എന്ന് ഒരു മനസ്സുണ്ട്. ഇവിടെ എത്തിച്ചേർന്നേക്കുന്ന എല്ലാവരും, എല്ലാ അസോസിയേഷനിലുള്ളവരും ഈ നാടിനെ ഉയർത്തുവാനുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വേണം. നിങ്ങൾ എന്ത് ഐഡിയ പറഞ്ഞാലും, ഈ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ഐഡിയ പറഞ്ഞാലും നല്ലത് നോക്കി നമ്മൾ എടുത്ത് ആ കാര്യം പൂർത്തി ചെയ്യും എന്നിവിടെ പറയുന്നു. ഏതായാലും ഇവിടെ എത്തിച്ചേർന്നാക്കുന്ന 32 ടീമിനും എല്ലാവിധ അഭിനന്ദനങ്ങളും പറയുന്നു. ഈ ഗ്രീൻസ് മൂന്നാർ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പെനാൽറ്റി ഷൂട്ടൌട്ടിന് എല്ലാവിധ ആശംസകളും നന്ദിയും പറയുന്നു. പക്ഷേ ഞാൻ 32 ടീമിൻ്റെ അടുത്ത് ഞാൻ പറയാം, നല്ല മഴയാണ്, വളരെയേറെ സൂക്ഷിച്ച് നമ്മളിതിൽ കളിക്കണം. എന്നാന്ന് വെച്ചാൽ നല്ല ചെളിയായിപ്പോയി. ഏതായാലും ഈ ചെളിക്കകത്താണ് ഈ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തുന്നതാണ് നമ്മുടെ ഗ്രീൻസ് മൂന്നാറിന് നേതൃത്വത്തിൽ നടത്തുന്ന ഈ പെനാൽറ്റി ഷൂട്ടൌട്ട്. ചെളിയിൽ നടത്തുന്നത് നല്ലതാണ്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവന്ന ഈ ഗ്രീൻസ് മൂന്നാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്മകളും നേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രാവിലെ ആരംഭിച്ച മത്സരങ്ങൾക്ക് എഫ് രാജ MLA കിക്ക് ഓഫ് ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി എത്തിയ 32 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. മഴയ്ക്കിടയിലും ആവേശം ഒട്ടും ചോരാതെയായിരുന്നു മത്സരങ്ങൾ പുരോഗമിച്ചത്. വാശിയേറിയ ഫൈനലിൽ സ്റ്റേറ്റ്സ് ക്ലബ് കൊച്ചിയെ 5-4 കീഴടക്കി കൊച്ചിൻ ബീച്ച് ക്ലബ് കിരീടം ചൂടി. AKG ക്ലബ് മൂന്നാർ 3ാം സ്ഥാനവും വിൻകോസ് മൂന്നാർ 4ാം സ്ഥാനവും സ്വന്തമാക്കി. ചാമ്പ്യന്മാരായ കൊച്ചിൻ ബീച്ച് ക്ലബിന് ഷോക്കീസ് മൂന്നാർ സ്പോൺസർ ചെയ്ത 50,000 രൂപയുടെ ക്യാഷ് പ്രൈസും ഗ്രീൻസ് മൂന്നാറിന്റെ ട്രോഫിയും സമ്മാനമായി നൽകി. 2ാം സ്ഥാനത്തെത്തിയ സ്റ്റേറ്റ്സ് ക്ലബ് കൊച്ചിക്ക് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി നൽകിയ 25,000 രൂപയും ട്രോഫിയും ലഭിച്ചു. 3ാം സ്ഥാനത്തെത്തിയ AKG ക്ലബ് മൂന്നാറിന് ലയൺസ് ക്ലബ് നൽകിയ 10,000 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകി. 4ാം സ്ഥാനത്തെത്തിയ വിൻകോസ് മൂന്നാറിന് JJ കോട്ടേജ് നൽകിയ 5,000 രൂപയും ഗ്രീൻസ് മൂന്നാറിന്റെ ട്രോഫിയും ലഭിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ഡിവൈഎസ്പി PM ബേബി ഉൾപ്പെടെയുള്ളവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഗോൾ കീപ്പർക്കുള്ള മേരി തോമസ് അവാർഡ് സ്റ്റേറ്റ്സ് ക്ലബിലെ അക്ഷയ് സ്വന്തമാക്കി. മികച്ച ഷൂട്ടർക്കുള്ള നൈസ് ഡെക്കറേഷൻ അവാർഡ് കൊച്ചിൻ ബീച്ച് ക്ലബിലെ അർജുനും ലഭിച്ചു. മഴക്കാലത്തെ മൂന്നാറിലെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കൂടുതൽ പ്രചാരം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച റെയിൻ 40 ഫുട്ബോൾ പ്രേമികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ആവേശമായി. ഇടുക്കി ലൈവ് ന്യൂസ് മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം.
നിങ്ങളുടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം. നടപ്പ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫയർ, ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ്. ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.